ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ.പി. ശശികല ടീച്ചർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ശശികല ടീച്ചർ, വെള്ളാപ്പള്ളി നടേശന്റെ ഈ പ്രസ്താവന വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടവച്ചിരിക്കുകയാണ്. ഒരു വിഭാഗം ഇപ്പോഴും പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ പച്ച വർഗീയതയാണ് പറയുന്നത് എന്ന് പറയുമ്പോഴും മറുഭാഗത്ത് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾ അല്ലെങ്കിൽ സംഘടനകളുടെ നേതാക്കളെല്ലാം പ്രതികരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. കാരണം പലരും പറഞ്ഞു മടുത്ത കാര്യം അല്ലെങ്കിൽ പലരും പറയാൻ മടിക്കുന്ന കാര്യങ്ങളും ഇതിനകത്തുണ്ട്. പക്ഷെ വെള്ളാപ്പള്ളി സധൈര്യം ഈ കാര്യങ്ങൾ ഇന്ന് കുറച്ച് നാളുകളായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഇന്ന് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗത്തെ അല്ലെങ്കിൽ അവരെ മാത്രം പരിഗണിക്കുന്ന ഒരു രീതിയാണ്. മറ്റുള്ളവരെ അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങളെ, ക്രൈസ്തവരെ, ഹൈന്ദവരെ എല്ലാം അവഗണിക്കുന്ന ഒരു സ്ഥിതി ഇന്ന് സംസ്ഥാനത്തുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു വെക്കുന്നു. അതിൽ തനിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, സധൈര്യം മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറയുകയാണ്. വളരെ ധീരമായ നിലപാടാണ്. കേരളീയ സമൂഹം കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സമുദായ സംഘടനാ ഭാരവാഹികളിൽ നിന്നൊക്കെ കേരളീയ സമൂഹം കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണത്. കാരണം ഇത് ഇവിടുത്തെ സമൂഹത്തിന് അറിയാം. ആ അറിവ് പുറത്തേക്ക് പറയാൻ ധൈര്യമില്ലാതെ പലരും ഉള്ളിൽ വിങ്ങി നിൽക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, ഒരു നാടിന്റെ നാശം അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ നാശം സംഭവിക്കുക അത് അധർമ്മികളുടെ എണ്ണം കൊണ്ടല്ല എന്നാ പറയുക. പക്ഷെ ധർമ്മപക്ഷത്തുള്ളവരുടെ മൗനം കൊണ്ടാണ് പലപ്പോഴും അങ്ങനെ സംഭവിക്കുക. ഇവിടെ ധർമ്മപക്ഷത്തുള്ള പലർക്കും പലതും പറയാൻ മടിയാവുകയാണ്. അപ്പൊ അത്തരക്കാർക്കൊരു മാതൃകയായി മാറി, സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് പറയേണ്ടത് എന്നതൊരു മാതൃകയായി മാറി വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളതാണ്. വിമർശിക്കുന്നവർ ഏതർത്ഥത്തിൽ വിമർശിക്കും? അദ്ദേഹം പറഞ്ഞ ഏത് കാര്യത്തെ നിരാകരിക്കാൻ സാധിക്കും? ഇതിങ്ങനെയല്ല എന്ന് തെളിയിച്ചിട്ടാണല്ലോ വിമർശിക്കേണ്ടത്. ആ പറഞ്ഞത് തെറ്റാണ്, കാര്യകാലം ഇപ്പൊ ജനന നിരക്ക് തെറ്റാണ് പറയാൻ സാധിക്കുമോ? ഈ വർഷത്തെ ഇപ്പൊ 6th വർക്കിംഗ് ഡേ സ്ട്രെങ്ത് കഴിഞ്ഞു. അതിന്റെ മൊത്തം ജൂലൈ 15 കഴിഞ്ഞോടുകൂടി സ്റ്റാഫ് ഫിക്സേഷൻ നടന്നു. കൃത്യമായ കണക്ക് ടീച്ചർ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി വിഷയത്തിൽ പ്രതികരിക്കുകയാണ് തത്സമയത്തിലേക്ക്. മന്ത്രി വാസവൻ പറഞ്ഞിട്ടില്ല, നിർഭയമായി നിലപാട് പറയുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി എന്നാണ്. അതേത് കോൺടെസ്റ്റിലാന്നുള്ളത് നോക്കിയിട്ട് പറയാം. ഓക്കെ, അല്ല അതാണല്ലോ ഞാൻ പറഞ്ഞു. ഗവൺമെന്റ് തന്നെ ഗവൺമെന്റ് തലപ്പത്ത് മുഖ്യമന്ത്രിയല്ലേ. അതിപ്പോ എനിക്ക് പറയാൻ പറ്റുമോ? ഇത് ഈ സംസ്ഥാനത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെങ്ങനെ നോക്കി നടത്തുന്നു? CPM ഇത് വോട്ട് നഷ്ടപ്പെടും എന്ന പേടിയാണോ? BJPക്ക് ഇതുകൊണ്ട് വോട്ട് കിട്ടും എന്ന പ്രതീക്ഷയാണോ? ഇതൊക്കെ ഇനി ഇന്ന് മുതൽ ചർച്ച ചെയ്യപ്പെടും, കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടും. പക്ഷെ എന്തിൻ്റെ പേരിലായാലും കേരളത്തിൽ ഇത്തരം പ്രസംഗങ്ങൾ ആര് നടത്തിയാലും അത് സമൂഹത്തെ വല്ലാതെ ബാധിക്കും. വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. ഇതിന് മറുപടി പറയേണ്ടത് ഗവൺമെൻറ്റാണ്. ഇനി ഇത് ഈ വിഷയത്തിൽ ഞാൻ കൂടുതൽ പ്രതികരിക്കുന്നില്ല. കൂടുതൽ ഞാൻ പ്രതികരിക്കുന്നില്ല. ശരി, കെ.പി. ശശികല ടീച്ചർ തുടരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ കെ.പി. ശശികല ടീച്ചർ, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഇത് തന്നെയാണ്. ഇത്തരം പ്രസംഗങ്ങളൊന്നും പാടില്ല, ഇത് സമൂഹത്തിനെ വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് പറയുന്നത്. ഒരു വലിയ സമൂഹത്തിന്റെ പ്രശ്നമാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞു വെച്ചത്. അപ്പോൾ എങ്ങനെയാണ് ഇത് മറ്റൊരു സമൂഹത്തെ ബാധിക്കുക എന്നതും കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടല്ലോ. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഞാനും കേട്ടു. അദ്ദേഹം എന്തുകൊണ്ട് ഈ വിഷയത്തിൽ അധികം പ്രതികരിക്കുന്നില്ല? പ്രതികരിക്കാനൊന്നും ഇല്ല എന്നതാണ് വാസ്തവം. ഇത് പറഞ്ഞത് തെറ്റാതെ ഇത്തരത്തിൽ പ്രസംഗിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള പൊതുവായ ചില ഉപദേശങ്ങൾക്കപ്പുറത്ത്, ചില നിർദ്ദേശങ്ങൾക്കപ്പുറത്ത് പറഞ്ഞ ഏത് കാര്യം ഖണ്ഡിക്കാൻ സാധിക്കും? അങ്ങനെ ഏതായാലും വാക്കുകൾക്ക് പഞ്ഞമുള്ള ആളല്ല കുഞ്ഞാലിക്കുട്ടി സാഹിബ്. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന് അഭിപ്രായങ്ങൾ ഉണ്ടായില്ല. തനിക്ക് ഈ കാര്യത്തിൽ കൂടുതലൊന്നും പറയാനില്ല എന്നാണ്. കൂടുതൽ പറഞ്ഞാൽ വെള്ളാപ്പള്ളി പറഞ്ഞതിലും അപ്പുറമാണ് യാഥാർത്ഥ്യം എന്നുള്ളത് അദ്ദേഹത്തിന് പറയേണ്ടി വരും. കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു സമൂഹത്തോട് നമുക്കെന്ത് വൈരാഗ്യം? ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ഒരു സംസ്കൃതിക്ക് ഏതെങ്കിലും മതവിഭാഗങ്ങളോട് ശത്രുതയോ വൈരാഗ്യമോ വെറുപ്പോ ഒന്നും വരില്ലല്ലോ. സ്ഥിതിവിവര കണക്കുകളും വസ്തുതകളും വെച്ചുകൊണ്ടാണ് നമ്മളെല്ലാം ഓരോന്ന് പറയുന്നത്. ഇപ്പൊ ജനന നിരക്കിനെ പറ്റി വെള്ളാപ്പള്ളി പറഞ്ഞത് എവിടെയാണ് തെറ്റ്? ഈ വർഷത്തെ സ്ട്രെങ്ത്, സ്കൂളുകളിലെ സ്ട്രെങ്ത് എടുത്തു കഴിഞ്ഞു. പൊതുവിദ്യാലയങ്ങളിലെയും സ്വകാര്യ വിദ്യാലയങ്ങളിലെയും ഒക്കെ കണക്കെടുത്തു കഴിഞ്ഞപ്പോൾ അതിന്റെ ജില്ലാടിസ്ഥാനത്തിലൊന്ന് തിരിച്ചു നോക്കൂ. എവിടെയാണ് കുട്ടികൾ കൂടുതൽ വന്നിരിക്കുന്നത്? അതെന്താ? ചില പ്രത്യേക അത് എന്തുകൊണ്ട്? നമ്മൾ ഒരു പക്ഷേ മറ്റുള്ളവർക്കൊന്നും ജനന നിരക്ക്, അതായത് ആളുകളുടെ പ്രത്യുൽപാദന ശേഷിയുടെ കുറവ് കൊണ്ടല്ലല്ലോ.
രാഷ്ട്രത്തിന് പുരോഗമനത്തിന് ജനസംഖ്യ കുറയണം എന്നുള്ള ആ കാഴ്ചപ്പാട് ഉൾക്കൊണ്ട് അതിനനുസരിച്ച് പെരുമാറിയതുകൊണ്ടാണ് അവരുടെ ജനനിരക്ക് കുറയുന്നത്. അതെന്തുകൊണ്ടൊരു സമൂഹം അംഗീകരിക്കുന്നില്ല? അതെന്തുകൊണ്ടൊരു ഭൂപ്രദേശം അംഗീകരിക്കുന്നില്ല? അത് അംഗീകരിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്വം എല്ലാവർക്കും ഇല്ലേ? അവിടെ അത്തരത്തിൽ പ്രചരണം നടത്തേണ്ടതിന്റെ ആവശ്യമില്ലേ? മറിച്ച് ജനനിരക്ക് അവിടെ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞവന്റെ മണ്ടയ്ക്ക് കയറലാണോ അർത്ഥം? അപ്പോ ജനനിരക്ക് കുറച്ചവരെല്ലാം വിഡ്ഢികളും കൂട്ടിയവർ അതിനനുസരിച്ച് ജനസംഖ്യ ആനുപാതികമായി ഇപ്പൊ 30% ഞങ്ങളാണ്, അതുകൊണ്ട് വിദ്യാലയ സമയം എപ്പോൾ വേണം, അല്ലെങ്കിൽ സ്കൂളിൽ എന്ത് പഠിപ്പിക്കണം, സ്കൂളിൽ എന്ത് യൂണിഫോം ഇടണം, സ്കൂളിൽ കുട്ടികൾ എവിടെ ഇരിക്കണം, സ്കൂളുകൾ ഏതു തരത്തിലുള്ള കായിക പരിശീലനം വേണം, ഇതൊക്കെ ഞങ്ങൾ നിശ്ചയിക്കും. ഇനി ഞങ്ങൾ നിശ്ചയിക്കുന്ന പോലെ താക്കോല്, കേരളത്തിന്റെ താക്കോല് ഞങ്ങളുടെ കയ്യിലാണ് എന്ന് പറഞ്ഞ് വിരലിലിട്ട് ചുഴറ്റി നടക്കുന്നത് ഈ എണ്ണത്തെ കാണിച്ചല്ലേ? അപ്പൊ ആ എണ്ണം നിയന്ത്രിച്ചവർ രാഷ്ട്രത്തിന്റെ പുരോഗമനത്തെ ലക്ഷ്യമില്ലെങ്കിൽ രാഷ്ട്രത്തിലെ വിദഗ്ധർ പറഞ്ഞ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ജനനിരക്ക് കുറച്ചവർ വിഡ്ഢികളാകുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ചർച്ച പോലും ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ അങ്ങനെ ജനനിരക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് കൂടുതലുണ്ടെങ്കിൽ അത് കുറയ്ക്കുക തന്നെ വേണ്ടേ? അവിടെ പ്രചരണം നടത്തണ്ടേ നമ്മൾ? അതിനെ നിരുത്സാഹപ്പെടുത്തണ്ടേ നമ്മൾ? അതോ അതിന് പ്രോത്സാഹന സമ്മാനം കൊടുക്കുകയാണോ വേണ്ടത്? നമ്മൾ ഒരു കാലത്ത് ജനസംഖ്യ നിയന്ത്രിച്ചവർക്ക് മിനിമം ബക്കറ്റോ അല്ലെങ്കിൽ ചെറിയ ആനുകൂല്യമോ കൊടുത്തിരുന്നു നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിപ്പോ ഇവിടെ ജനസംഖ്യ ഉയർത്തുന്നവർക്ക് പ്രോത്സാഹന സമ്മാനം കൊടുക്കുകയാണ് ഗവൺമെന്റ്. ചർച്ച ചെയ്യാൻ പോലും നാടിന് അധികാരമില്ല എന്നിടത്തേക്ക് എത്തുമ്പോൾ വെള്ളാപ്പള്ളിയെ പോലുള്ളവർ പറയണം, കണ്ണ് തുറപ്പിക്കാൻ അതുപോലുള്ള സമുദായ സംഘടനകളുടെ നേതൃത്വത്തിൽ നിന്ന് സമുദായത്തിന് വേണ്ടിയുള്ള അത്തരം സംസാരങ്ങൾ വേണം. എവിടെയാണ് സർക്കാരിനെ ഇവിടെ നിയന്ത്രിക്കാത്തത്? സർക്കാർ ശരിക്കും കെട്ടിയിട്ട അവസ്ഥയല്ലേ കേരളത്തില്? എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, മറ്റേ പശുവിനെ തല്ലാൻ പോയിട്ട് എല്ലാം മർമ്മമാണെന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്ന അവസ്ഥ പറയുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയല്ലേ? ഒരു പാഠ്യപദ്ധതിയിൽ ഇപ്പൊ ലിംഗസമത്വത്തെ പറ്റി പാഠ്യപദ്ധതിയിൽ വന്നു എന്നതിനെ പറ്റിയൊക്കെയാണ് സമസ്ത വിമർശിക്കുന്നത്. ഒരു പാഠ്യപദ്ധതിയിലെങ്കിലും ഒരു പക്ഷെ സമാജത്തിൽ മുഴുവൻ നടപ്പാകുന്നില്ലായിരിക്കാം, പക്ഷെ നാളെ നടപ്പാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി പാഠ്യപദ്ധതിയിലെങ്കിലും ലിംഗസമത്വത്തെ പറ്റി പറയണ്ടേ? അപ്പോൾ പാഠ്യപദ്ധതി എന്തായിരിക്കണം സമസ്ത തീരുമാനിക്കും, അല്ലെങ്കിൽ കാന്തപുരം തീരുമാനിക്കും. സ്കൂൾ എപ്പോൾ തുടങ്ങണം ഈ പറഞ്ഞവരൊക്കെ തന്നെ തീരുമാനിക്കും. ഇങ്ങനെ ഓരോ കാര്യത്തിനും ഒരു കുടുംബശ്രീയുടെ ഒരു പ്രതിജ്ഞ പോലും തയ്യാറാക്കിയത് നടപ്പിലാക്കാൻ സാധിച്ചില്ല. ഒക്കെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്താൻ മാത്രമേ പറ്റൂ. ആ പ്രഖ്യാപനങ്ങളിൽ നിന്നൊക്കെ ധീരതയോടെ പിന്നോട്ട് പോകേണ്ടുന്ന ഒരു ഗതികേടാണെന്ന് കേരള സർക്കാരിന് വരുന്നത്. ആ ഗതികേട് ഉണ്ടാക്കുന്നത് ഈ ജനസംഖ്യാ ബലത്തിൽ, അതുപോലെ തന്നെ തിണ്ണമിടുക്കിന്റെ ബലത്തിൽ അവർ കേരളത്തെ നിയന്ത്രിക്കുകയാണ്. ഈ അവസ്ഥ ആശങ്കാജനകമാണ്. കാരണം നമ്മൾ പല ഇന്ത്യയിൽ കാശ്മീരാകാം, 921 മറ്റേ ഏറനാട് വള്ളുവനാട് താലൂക്കുകളിലെ അവസ്ഥയാകാം, അതും അല്ലെങ്കിൽ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളാകാം. നമ്മൾ അവിടുന്ന് കണ്ടിട്ടുണ്ട്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഭയക്കുന്നത്, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഈ ജാഗ്രത എടുക്കുന്നത്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെയാണ്, പക്ഷെ ആരും സൂപ്പറല്ല. ഇവിടെ ചിലർ സൂപ്പറായി ചമയുകയാണ്. ചില മതത്തിന്റെ ആളുകൾക്ക് സൂപ്പർ പവർ ഉണ്ട്. അതിന്റെ പുരോഹിതന്മാർ വരച്ച വരയിൽ നിന്ന് മറ്റാരും അനങ്ങാൻ പാടില്ല. ഇവിടെയുള്ള സഖാക്കളൊക്കെ വലിപ്പം പറയും, എവിടെയാ ഗുരുവിന്റെ കാല് വന്ദിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഭാരതമാതാവിനെ വന്ദിക്കുന്നുണ്ടോ, മനുസ്മൃതി കത്തിക്കണം, അങ്ങോട്ട് ഓടുന്നു. പക്ഷെ ഇതിൽ ഏതെങ്കിലും വിധത്തില് ഇസ്ലാമിക സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം, വലിപ്പമൊക്കെ പറയും, പക്ഷെ ഏതെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യത്തെ വിമർശിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ തന്നെയാണ് വെള്ളാപ്പള്ളി പറയുന്നത്. കേരളം ഇവരുടെ കൈകളിൽ കിടന്ന് അമ്മാനമാടുകയാണെന്നുള്ളത്. ആ പ്രസ്താവനയ്ക്ക് പിന്തുണ കിട്ടണം. കേരളത്തിലെ എല്ലാ സമുദായങ്ങളും അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അത് ഗൗരവമായി തന്നെ പറയണം. ആ പറയൽ അതിനൊപ്പമാണ് അത് കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു ശക്തിയാണത്. ഞങ്ങൾക്ക് വേണ്ടി പറയാൻ ആളുകൾ ഉണ്ട് എന്നുള്ളൊരു ശക്തിയാണ്. തീർച്ചയായും അഭിനന്ദിക്കുന്നു. താൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാതെ ഉറച്ചു നിന്നതിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചേ മതിയാകുള്ളൂ. ഏത് കാര്യത്തിനും ആ വിഷയത്തിൽ കൂടെ ഉണ്ടായിരിക്കും എന്ന് ഉറപ്പ് പറയാനും കൂടി അതിനാണ് കേരളീയ സമൂഹം ആ താല്പര്യം അറിയിക്കാനാണ് ഓരോരുത്തരും നിൽക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ കെ പി ശശി റെഡ്ഡി. ശ്രീ ഒരു മണിക്കൂറിൽ നമ്മോടൊപ്പം ചേർന്നതിന്